നെക്സ്റ്റ് നമ്മുടെ മെഗാസ്പോർ മദർ സെല്ല് എങ്ങനെയാണ് ഒരു എംബ്രിയോസാക്കായിട്ട് മാറണേ നോക്കാം. സോ നമ്മുടെ മൈക്രോപൈലാർ എൻഡിൻ്റെ ഭാഗത്തായിട്ട് ന്യൂസെല്ലസ് എന്തായാലും റിസർവ് ഫുഡ് മെറ്റീരിയലുള്ള നറിഷ് ചെയ്തുകൊണ്ടിരുന്ന ഫങ്ഷണൽ എംബ്രിയോസാക്കായിട്ട് മാറാൻ പോകുന്ന അതിനു വേണ്ടി റിസർവ് ഫുഡ് കൊടുക്കുന്നതാണ് ന്യൂസെല്ലസ്, റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. ഈ ന്യൂസെല്ലസിൻ്റെ മൈക്രോപൈലാർ എൻഡിൻ്റെ ഭാഗത്തായിട്ട് മെഗാസ്പോർ മദർ സെല്ല് ഡെവലപ്പ് ചെയ്യും. ഈ മെഗാസ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ 1 അണ്ടർഗോ ചെയ്യുമ്പോൾ അവിടെ മെഗാസ്പോർ ഡയാഡുകൾ 2 മെഗാസ്പോർ ഡയാഡുകൾ ഫോം ചെയ്യും. അതോടൊപ്പം തന്നെ അതിൻ്റെ ന്യൂക്ലിയസ് അതർ സെല്ലുലാർ കണ്ടൻസുകളും ഉണ്ടായിരിക്കും. ഈ മെഗാസ്പോർ ഡയാഡ് 1 മോർ മിയോട്ടിക് ഡിവിഷൻ കഴിയുമ്പോൾ, മിയോസിസിൻ്റെ 2 കഴിയുമ്പോൾ 4 മെഗാസ്പോർ ടെട്രാഡുകളായിട്ട് മാറും. സോ മിയോസിസ് 1 കഴിയുമ്പോൾ മെഗാസ്പോർ ഡയാഡായിട്ട് മാറും, മിയോസിസ് 2 കഴിയുമ്പോൾ മെഗാസ്പോർ ടെട്രാഡുകളായിട്ട് മാറും. ഓരോ മെഗാസ്പോർ മദർ സെല്ലുകളിലും ഒരുപാട് സൈറ്റോപ്ലാസവും ന്യൂക്ലിയസുകളും നമുക്ക് കാണാം. ഇൻഡിവിജ്വലായിട്ട് ന്യൂക്ലിയസുകളും ഡെൻസായിട്ട് സൈറ്റോപ്ലാസവും കാണാൻ പറ്റും, ഡയാഡായി ടെട്രാഡായി. ഈ 4 എണ്ണത്തിൽ 3 മെഗാസ്പോറുകൾ ഡീജനറേറ്റ് ചെയ്ത് ഒരെണ്ണം മാത്രം അവശേഷിക്കും, ഒരു മെഗാസ്പോർ മാത്രം റിമെയിൻ ചെയ്യും. അങ്ങനെ ഒരു മെഗാസ്പോർ മാത്രം ഒരു എംബ്രിയോസാക്കായി മാറുന്നതിന് നമ്മൾ മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. 3 എണ്ണം മെജോറിറ്റി ആൻജിയോസ്പെർമിൽ 3 എണ്ണം ഡീജനറേറ്റ് ചെയ്ത് ഒരു എണ്ണം മാത്രം ഫങ്ഷണൽ മെഗാസ്പോർ മാത്രം ഫങ്ഷണൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്കായിട്ട് മാറും. ഇനി എങ്ങനെയാണ് ഈ ഒരു മെഗാസ്പോർ ഒരു ഗാമറ്റോഫൈറ്റായിട്ട് അഥവാ എംബ്രിയോസാക്കായിട്ട് മാറണമെന്ന് നോക്കാം. ഈ ഫങ്ഷണൽ മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്യും. ഇനിയുള്ള ഡിവിഷനൊക്കെ സാധാരണ ഡിവിഷൻസാണ്, മൈറ്റോട്ടിക് ഡിവിഷനാണ്. നമ്മുടെ ടെട്രാഡ് വരാൻ വേണ്ടി മാത്രമാണ് മിയോസിസ് 1ഉം 2ഉം അണ്ടർഗോ ചെയ്ത്. ഇനി ഇതിൽ ഒരെണ്ണം വന്നിട്ട് മൈറ്റോട്ടിക് ഡിവിഷനാണ് ഉണ്ട്, നോർമൽ സെൽ ഡിവിഷൻ. ആ ഒരെണ്ണം ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ കഴിയുമ്പോൾ 2 ന്യൂക്ലിയേറ്റ് ആയിട്ട് മാറും. സോ 2 ന്യൂക്ലിയേറ്റ് ആയിട്ട് മാറും. ഈ മെഗാസ്പോർ 2 ന്യൂക്ലിയേറ്റ് ആയിട്ട് മാറും. ഇനി വീണ്ടും സീക്വൻഷ്യലായിട്ട് 2 മൈറ്റോട്ടിക് ഡിവിഷനും കൂടി കടന്നു പോകും. അടുത്ത മൈറ്റോട്ടിക് ഡിവിഷനിൽ ഈ 2 ന്യൂക്ലിയേറ്റ് 4 ന്യൂക്ലിയേറ്റ് ആയിട്ട് മാറും. സോ 4 ന്യൂക്ലിയേറ്റ് എംബ്രിയോസാക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി 1 മോർ മൈറ്റോട്ടിക് ഡിവിഷൻ കഴിയുമ്പോൾ അത് 4 ന്യൂക്ലിയേറ്റ്, അങ്ങനെ 8 ന്യൂക്ലിയേറ്റ് ആയിട്ട് മാറും. സോ ആദ്യം ഒരു മെഗാസ്പോർ 2 ന്യൂക്ലിയേറ്റായി, 4 ന്യൂക്ലിയേറ്റായി, പിന്നെ 8 ന്യൂക്ലിയേറ്റായി. ഇനി ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം മൈറ്റോട്ടിക് ഡിവിഷനിലൂടെയാണ് ഇപ്പം നമുക്ക് 8 ന്യൂക്ലിയേറ്റ് ഡിവിഷൻസ് കിട്ടിയത്. എല്ലാത്തിലും ശ്രദ്ധിച്ചാൽ കാണാം ന്യൂക്ലിയസ് മാത്രമേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ, സെൽ വോൾ ഫോർമേഷൻ നടക്കുന്നില്ല. സോ സ്ട്രിക്ട്ലി ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻസ് മാത്രമേ സംഭവിക്കുന്നു. എംബ്രിയോസാക്ക് ഫോർമേഷനിൽ ആദ്യത്തെ സ്റ്റേജുകളിലെല്ലാം ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻസ് മാത്രമാണുള്ളത്, സെൽ വോൾ ഫോർമേഷൻ നടക്കുന്നേയില്ല. ഇനി ഈ 8 ന്യൂക്ലിയേറ്റുകൾക്ക് ഉണ്ടായതിന് ശേഷം മാത്രമാണ് സെൽ വോൾ ഫോർമേഷൻ സംഭവിക്കുന്നത്. ഈ സെൽ വോൾ ഫോർമേഷൻ ഭയങ്കര ക്യാരക്ടറിസ്റ്റിക് ആയിട്ടാണ് നടക്കുന്നത്. ഒരു സാധാരണ പോലെയല്ല. ഈ 8 എണ്ണത്തിൽ 3 എണ്ണം ഒരു എൻഡിലേക്കും ബാക്കി 3 എണ്ണം വേറൊരു എൻഡിലേക്കും പോകും. ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് 3 ഇവിടെ, ഒരു ബാക്കി 3 ഇവിടെ കിട്ടും. ബാക്കി 2 എണ്ണം റിമൈനിങ് സെൻട്രലായിട്ട് പോകും. ഈ 3 എണ്ണം മൈക്രോപൈലാർ എൻഡിലേക്ക് പോകുന്ന 3 എണ്ണമാണ് നമ്മുടെ എഗ് അപ്പാരറ്റ്. ഇത് മൊത്തം അടങ്ങിയത് തന്നെയാണ് നമ്മൾ എഗ് അപ്പാരറ്റസ് എന്ന് പറയാം. അതിൽ നമ്മുടെ ഒരു എഗ്ഗും 2 സിനർജിഡുകളും കാണും. എഗ്ഗ് ആൻഡ് 2 സിനർജിഡുകൾ. ഈ എഗ്ഗും സിനർജിഡുകളും അടങ്ങിയതിനെയാണ് നമ്മൾ എഗ് അപ്പാരറ്റസ്. സോ ഈ 4 എണ്ണത്തിൽ 3 എണ്ണം നമ്മുടെ മൈക്രോപൈലാർ എൻഡിലേക്ക് പോയിട്ട് എഗ് അപ്പാരറ്റസ് ആയിട്ട് മാറും. ബാക്കി 3 എണ്ണം അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് പോയിട്ട് ആൻറ്റിപോഡൽ സെല്ലുകളായിട്ട് മാറും. സോ ഈ 3 എണ്ണത്തിലും സെൽ വോൾ ഫോർമേഷൻ നടന്ന് എഗ് അപ്പാരറ്റസ് മാറും. ഈ 3 എണ്ണത്തിലും ആൻറ്റിപോഡൽ സെൽസ് ആയിട്ട് ചെലാസെൽ എൻഡിൽ മാറും. ഇനി ബാക്കി റിമൈനിങ് 2 എണ്ണം സെൻട്രലിൽ വന്ന് കിടക്കും. ആ സെൻട്രൽ സെല്ലുകളെ നമ്മൾ ബാക്കി 2 ന്യൂക്ലിയസും പോളാർ ന്യൂക്ലിയേറ്റ് ആയിട്ട് മാറും. ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ 3 എണ്ണം നമ്മുടെ ആൻറ്റിപോഡൽ സെൽസിൽ പോയി ഓരോ സെൽ വോൾ ഫോർമേഷൻ നടന്നു, 3 സെല്ല് ഫോർമേഷൻ. അതുപോലെ നമ്മുടെ എഗ് അപ്പാരറ്റസിലേക്ക് 3 എണ്ണം പോയി. അത് നമ്മുടെ എഗ് അപ്പാരറ്റസിൽ നമ്മുടെ എഗ് ഉണ്ട്, സിനർജിഡുകളുണ്ട്. ഈ സിനർജിഡിൽ സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ്ങൾ കാണാം. ഇതാണ് സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ്. അതിൻ്റെ പേരാണ് ഫിലിഫോം അപ്പാരറ്റസ്. ഈ ഫിലിഫോം അപ്പാരറ്റസ് ആണ് പോളൻ ട്യൂബിനെ എഗ് അപ്പാരറ്റസിലേക്ക് ഗൈഡ് ചെയ്യുന്ന ആൾ. ഫിലിഫോം അപ്പാരറ്റസ് ആണ് സിനർജിഡിലൂടെ എഗ് അപ്പാരറ്റസിലേക്ക് ലീഡ് ചെയ്യുന്ന ആൾ.
അതാണ് ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞുള്ള 2 എണ്ണം സെൻട്രലായിട്ട് വന്നിട്ട് പോളാർ ന്യൂക്ലിയൈ. ആ 2 പോളാർ ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്ത് ഒറ്റ സെല്ലായിട്ട് മാറും. അതാണ് സെൻട്രൽ സെൽ. സോ ഇവിടെ വരെ നമുക്ക് 8 ന്യൂക്ലിയേറ്റ് ആയിരുന്നു. 8 ന്യൂക്ലിയേറ്റിൽ നിന്ന് 3+3 6 ആയിട്ട് മാറി. അതിൽ 3 എണ്ണം സെൽ വോൾ ഫോർമേഷൻ ഇവിടെ നടന്നു. ഇവിടെയും 3 എണ്ണം സെൽ വോൾ ഫോർമേഷൻ നടന്നു. എഗ് അപ്പാരറ്റസിനും സെൽ വോൾ ഫോർമേഷൻ നടന്നു. ആൻറ്റിപോഡൽ സെൽസിലും സെൽ വോൾ ഫോർമേഷൻ നടന്നു. നടുക്കുള്ള 2 എണ്ണം മാത്രം പോളാർ ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്ത് ഒരു സെൻട്രൽ സെല്ലായിട്ട് മാറി. ഫൈനലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അഥവാ എംബ്രിയോസാക്കിന് 8 ന്യൂക്ലിയേറ്റ് 1 2 3 4 5 6 7 8 ന്യൂക്ലിയസ് കാണാൻ പറ്റും. പക്ഷേ സെല്ല് 7 എണ്ണേ കാണുള്ളൂ. ബിക്കോസ് ഇതിന് സെൽ വോൾ ഫോർമേഷൻ 3 എണ്ണം നടന്നിട്ടുണ്ട്. ഇവിടെ എഗ് അപ്പാരറ്റസിന് 3 സെൽ വോൾ ഫോർമേഷൻ നടന്നു. പക്ഷേ പോളാർ ന്യൂക്ലിയൈ ആയുള്ള സെൻട്രൽ സെല്ലിന് ഒറ്റ സെൽ വോൾ ഫോർമേഷൻ നടന്നുകൊണ്ട് അത് ഒരു സെല്ലായിട്ട് മാറുള്ളൂ. സോ ഫൈനൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് 8 ന്യൂക്ലിയേറ്റ് 7 സെൽഡാണ്. 8 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽഡ്.